പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഗസയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും അവിടെ ഇവിടെ ചില പൊട്ടലും ചീറ്റലുകളും നടക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായി ഗസയിലെ ജനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ ഗസയിലെ വീടുകളിലേക്ക് മടങ്ങിയവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 2 പലസ്തീനികൾ കൊല ചെയ്യപ്പെടുകയും 4 പേർക്ക് പരിക്കേറ്റതുമായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സംഭവ വികാസങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെയും ലെബനനിൻ്റെയും അതിർത്തിയിൽ നടക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ ലെബനൻ ഗ്രാമങ്ങളിൽ നിന്ന് പിന്മാറേണ്ട വെടിനിർത്തൽ കരാർ പ്രകാരം ലെബനനും അഥവാ ഹിസ്ബുള്ളയുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരം ലെബനൻ ഗ്രാമങ്ങളിൽ നിന്ന് പിന്മാറേണ്ട സമയപരിധി അവസാനിച്ചിട്ടും ഇസ്രായേൽ സൈന്യം അവിടെ തങ്ങുന്നതിനെ തുടർന്ന് ഇസ്രായേൽ അതിർത്തിയിലുള്ള ലെബനീസ് ഗ്രാമങ്ങളിലെ ജനങ്ങളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ തർക്കമുണ്ടാകുകയും അത് ഇസ്രായേൽ സൈന്യം 23 പരം ലെബനീസ് പൗരന്മാരെ വെടിവെച്ച് കൊല്ലുന്ന തരത്തിലേക്ക് പ്രകോപനം നീളുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് തങ്ങളെ പ്രകോപിപ്പിച്ചു, തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായതുകൊണ്ടാണ് തിരിച്ച് പ്രതിരോധിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും 23 ലെബനീസ് പൗരന്മാർ കൊല ചെയ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഏകപക്ഷീയമായ ആക്രമണങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് സത്യം. മറ്റൊന്ന്, അർബൻ യഹൂദ് എന്ന് പറയുന്ന ഒരു ബന്ദി സ്ത്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്ന തർക്കമാണ്. ആ ബന്ദി സ്ത്രീയുടെ മോചനം സാധ്യമാകാതെ നെറ്റ്സാറിൻ കോറിഡോർ തുറന്നു കൊടുക്കില്ല എന്ന ഇസ്രായേലിൻ്റെ പിടിവാശിയെപ്പറ്റി ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇത് തെക്ക് പ്രദേശത്ത് നിന്ന് വടക്കൻ ഗാസയിലേക്ക് പോകുവാൻ കഴിയുന്ന ഒരു കോറിഡോറാണ് ഈ നെറ്റ്സാറിൻ കോറിഡോർ. ഇത് ഇസ്രായേൽ നിർമ്മിച്ച ഒരു കോറിഡോറാണ്. പക്ഷേ ഈ പ്രദേശം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ തെക്കൻ പ്രദേശത്ത് നിന്ന് വടക്കൻ ഗാസയിലേക്ക് പോകുവാൻ ഗസയിലെ ആളുകളെ തടയുന്നു എന്ന ഒരു സത്യം കൂടിയുണ്ട്. പക്ഷേ അർബൻ യഹൂദ് എന്ന് പറയുന്ന ഈ സ്ത്രീയെ വിട്ടുകൊടുക്കാതെ ഈ കോറിഡോർ തുറന്നു കൊടുക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ പിടിവാശി. പക്ഷേ ശനിയാഴ്ചയോടുകൂടി ആ സ്ത്രീയെ, അർബൻ യഹൂദ് എന്ന് പറയുന്ന ബന്ദി സ്ത്രീയെ മോചിപ്പിക്കാം എന്ന രീതിയിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പു നൽകി എന്ന വാർത്തയും വരുന്നുണ്ട്. അതോടുകൂടി ആ കോറിഡോർ തുറക്കുവാനുള്ള മുന്നൊരുക്കങ്ങളുമായി ഇസ്രായേൽ പോകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഇറാൻ പുതിയ ഡ്രോൺ വിന്യസിപ്പിച്ചു എന്ന രീതിയിലാണ്. ആ ഡ്രോണിൻ്റെ പേര് ഗസ എന്നാണ്. കാരണം ഗസയോട് ഇറാൻ എന്ന രാജ്യം പുലർത്തുന്ന ഐക്യദാർഢ്യത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് ഈ ഡ്രോണിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത്. ജനുവരി 26-നാണ് പുതിയ ഡ്രോൺ ഇറാൻ്റെ സൈനിക ഘടനയോട് വ്യവസ്ഥയോട് കൂടി ചേർന്നത്. അവർ സൈനിക തലങ്ങളിൽ ഈ ഡ്രോൺ വിന്യസിപ്പിക്കുന്നത് ഗസ എന്ന പേരിലുള്ള ഡ്രോൺ. അത് ഇറാൻ്റെ പുതിയ ഒരു ഐക്യദാർഢ്യം, ഗസയോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഗസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും അതുപോലെ ജോർദാനിലുമൊക്കെ മാറ്റണം താൽക്കാലികമായിട്ടെങ്കിലും എന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഗസയിലെ ജനങ്ങൾ തൃണവത്കണിച്ചു. അവർ പറഞ്ഞത് തങ്ങളുടെ രാജ്യത്ത് അവസാന ശ്വാസം വരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി മരിക്കുമെന്നാണ്. അവർ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അതുപോലെ ഈജിപ്തും ജോർദാനുമൊക്കെ ഗസയിലെ ജനങ്ങളുടെ അവകാശത്തെ, അവരുടെ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തെപ്പറ്റി ബോധവാന്മാരാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് ഇറാൻ്റെ പുതിയ ഡ്രോൺ, ഏറ്റവും അത്യന്താധുനിക ഗസ എന്ന് പറയുന്ന ഡ്രോൺ കൂടി ഇറാൻ വിന്യസിപ്പിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട്. മറ്റൊന്ന്, നമ്മളെല്ലാവരും കണ്ടതാണ്, ഹമാസിൻ്റെ പിടിയിലുണ്ടായിരുന്ന ബന്ദികളായ വനിതകൾ അഥവാ സൈനികരായ വനിതകൾ മോചിപ്പിക്കപ്പെടുമ്പോൾ അവർ വളരെ ആഹ്ലാദവതികളായിട്ടാണ് പോയത്. മിക്കപ്പോഴും ഗസയിലെ ജനങ്ങളെ കൈവീശി അഭിവാദം ചെയ്യുന്ന ഹമാസിൻ്റെ പോരാളികളെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പോകുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഗതികളൊക്കെ അറിയാം. ഇവർ ഇസ്രായേൽ എത്തുന്നതിന് ശേഷം ലോകത്തിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഇസ്രായേലി രാഷ്ട്രീയക്കാരുടെ, ഇസ്രായേലി മന്ത്രിമാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇവരെ പീഡിപ്പിച്ചു എന്ന രീതിയിലൊക്കെ വരാം എന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണെന്ന് തെളിയുകയാണ്. കാരണം നമ്മൾ ഒരു സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ അവരെ അനാവശ്യമായ ഒരു കമൻറ്റ് പറയുകയോ അല്ലെങ്കിൽ അനാവശ്യമായ അവരുടെ ദേഹത്ത് തൊടുകയോ ചെയ്യുന്ന ഒരാളോട് അവർക്ക് ഒരിക്കലും സൗമ്യമായ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയില്ല. ഈ 4 സ്ത്രീകൾ അവസാനമായി ബന്ദി വിമോചനമായി ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന 4 ഇസ്രായേലി സൈനികർ, അവർ
ഇസ്രായേലിലേക്ക് പോകുന്ന അവസരത്തിൽ ഹമാസിനോടും അതുപോലെ ഫലസ്തീൻ ജനതയോടുമൊക്കെ വളരെ സ്നേഹപൂർണ്ണമായിട്ടാണ് പെരുമാറിയത്. വളരെ വികാരനിർഭരമായി കൈകൾ വീശിയൊക്കെ കാണിച്ചാണ് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ നേരെ ലൈംഗിക ആക്രമണമോ സ്പർശമോ അതുപോലെ വാക്കുകൾ കൊണ്ടോ ഒക്കെ ഉപദ്രവിക്കുന്ന ഒരാളെയും സ്നേഹത്തോടെ നോക്കാനോ കൈവീശി കാണിക്കുവാനോ ലോകത്തൊരു സ്ത്രീക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവർ വളരെ സൗഹാർദ്ദപരമായി കൈവീശി കാണിച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേലി മന്ത്രി മെഗ്ലാൻ്റെതായിട്ട് വനിതാ മന്ത്രിയുടേതായിട്ട് ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഈ വനിതകൾ തടവിലായിരുന്ന സമയത്ത് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായതായി ഒരു പ്രസ്താവന അവർ വളരെ വികാരഭരിതമായിട്ട് ഇസ്രായേൽ പാർലമെൻറ്റിൽ നടത്തുന്നതായിട്ട് നമ്മൾ വീഡിയോകൾ സെർച്ച് ചെയ്താൽ കിട്ടും. അവർ പറയുന്നു, ഈ വനിതാ ബന്ദികളെ ഇഞ്ചിഞ്ചായി ഓരോ ഭാഗവും ഹമാസിൻ്റെ പോരാളികൾ വേദനിപ്പിച്ചു. ഇസ്രായേലി സ്ത്രീകളുടെ ഈ വേദനകൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ഫെമിനിസ്റ്റുകൾ പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. അവരുടെ ഓരോ ശരീരഭാഗവും പ്രത്യേകിച്ചും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ മുറിവേൽപ്പിച്ചു, അവരെ ബലമായി ചുംബിച്ചു. അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളാണ് മെഗ്ലാൻ എന്ന് പറയുന്ന ഇസ്രായേലി മന്ത്രി ആരോപിക്കുന്നത്. എത്രത്തോളം സത്യമാണ് എന്നതൊരു ചോദ്യം തന്നെ നിൽക്കുന്നു. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ്, ലൈവായിട്ട് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും കാണിച്ചതാണ്. വളരെ സൗഹാർദ്ദപരമായിട്ട്, വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആയുർവേദ റിസോർട്ടിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു പോകുന്നത് പോലെയാണ് ഓരോ ഇസ്രായേലി ബന്ദിയും ഹമാസിൻ്റെ പിടിയിൽ നിന്ന് നേരെ റെഡ് ക്രസൻറ്റിൻ്റെ വാഹനത്തിൽ കയറി ഇസ്രായേലിലേക്ക് പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം ലോകം വളരെ ലൈവായിട്ട് വീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ മെഗ്ലാൻ എന്ന് പറയുന്ന ഇസ്രായേലി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇവരൊക്കെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്ന ഒരു വാദം വരികയാണ്. ഇത് എത്രത്തോളം സത്യമാണെന്ന് ചർച്ച ചെയ്യേണ്ട ഇരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. ആ സമയത്തൊക്കെ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരുന്ന ഫലസ്തീനി സ്ത്രീകളൊക്കെ വളരെ ദൈന്യതയിൽ കാണപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതൊക്കെയും കരളലിപ്പിക്കുന്ന പീഡന കഥകളായിരുന്നു. മിക്കപ്പോഴും നഗ്നരായി നിർത്തി നീണ്ട നേരം ചോദ്യം ചെയ്തു സ്ത്രീകളെ എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു. പക്ഷേ ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷവതികളായി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആയുർവേദ റിസോർട്ടിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിറങ്ങുന്നത് പോലെ ആരോഗ്യ ദൃഢഗാത്രരായിട്ടാണ് പോയത്. അവർ ഏതെങ്കിലും വിധത്തിൽ ഹമാസിൻ്റെ തടവറയിൽ പീഡനങ്ങൾ അനുഭവിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും അവരുടെ മുഖഭാവങ്ങളിലോ ശരീരചലനങ്ങളിലോ ഇല്ലാതിരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. വ്യക്തമായ ആ വീഡിയോകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇന്ന് കേരളത്തിലെ ചില സംഘീ മാധ്യമങ്ങളും ക്രിസംഘി മാധ്യമങ്ങളും ഈ മെഗ്ലൻഡ് എന്ന് പറയുന്ന ഇസ്രായേലി വനിതാ മന്ത്രിയുടെ പ്രസ്താവന വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. അവരെ വനിതാ ബന്ദികളെ ഹമാസ് തടവറയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നർത്ഥത്തിൽ. പക്ഷേ അത് സത്യമായി ഒരു പുലബന്ധവും പോലും ഇല്ലാത്ത വാർത്തയാണെന്ന് ബന്ദികൾ മോചിതമാകുന്ന സമയത്തെ വീഡിയോകൾ